ഞാനിപ്പോൾ ഉള്ളത് പയ്യന്നൂരിൻ്റെ മണ്ണിലാണ്. ഇവിടെ ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സിനെയാണ് എനിക്ക് പിറകിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പറ്റം ടീച്ചേഴ്സാണ് നമ്മുടെ ഈ കലോത്സവം ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സാണ് എൻ്റെ പിറകിലായിട്ട് കാണുന്നത്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെ ആണ് ഇത്തവണത്തെ പ്രത്യേകതകളെന്ന്. ഹലോ, എന്താണ് പേരെന്താണ്? അക്ഷയ. അപ്പോൾ ഈ ഒരു കലോത്സവം രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തെങ്കിലും പുതുതായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നോ? എല്ലാ പ്രാവശ്യവും കണ്ടുവരുന്ന കലോത്സവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പുതുതായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? നമ്മൾ ശ്രമിച്ചിരുന്നു. നമ്മൾ ഡ്രസ് കോഡാണ് നമ്മൾ മെയിനായിട്ട് ശ്രമിച്ചത്. എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ്, ഒരേ കളറും സാരിയൊക്കെ സൂര്യ സിൽസിൽ നിന്ന് പയ്യന്നൂരിൽ നിന്ന് എടുത്തു. അങ്ങനെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ആക്കി. പിന്നെ ആതിഥേയരായ സ്കൂളാണ് നമ്മളപ്പോൾ നമ്മൾ എല്ലാവരെയും നല്ല രീതിയിൽ സ്വാഗതം ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ റിസപ്ഷനും കുറച്ചും കൂടി നമ്മൾ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ടീച്ചേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ, കോർഡിനേഷനൊക്കെ എങ്ങനെയാണ്? കോർഡിനേഷൻ നമ്മൾ ഹയർ സെക്കൻഡറി, ഗേൾസ് ഹയർ സെക്കൻഡറിനെ പ്രതിനിധീകരിച്ചിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫുഡിൻ്റെ കോർഡിനേഷനും പ്രോഗ്രാമും വളരെ നന്നായി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കുട്ടികളെ നമ്മുടെ സ്കൂളിൽ നിന്ന് നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം പാർട്ടിസിപ്പൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന ഓട്ടംതുള്ളൽ മത്സരത്തിൽ ഞങ്ങളുടെ സ്കൂളിലാണ് സംസ്ഥാനത്തിലേക്ക് അർഹത നേടിയത്. ഓക്കെ, അപ്പോൾ സ്കൂളിൽ നിന്ന് നിരവധി കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഏതൊക്കെ ഇനത്തിലാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് പയ്യന്നൂരിൽ നിന്ന് പങ്കെടുക്കുന്നത്? നമ്മുടെ സ്കൂളിൽ നിന്ന് ഇന്നലെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഓട്ടംതുള്ളലിൽ നമുക്ക് ഇന്നലെ 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. പിന്നെ റൈറ്റിങ്ങിന് കുറച്ച് അധികം കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. വേഴ്സിഫിക്കേഷൻ ആയാലും നല്ല പാർട്ടിസിപ്പേഷനാണ് നമ്മുടെ സ്കൂളിൽ. അപ്പോൾ ഇനി വരുന്ന തുടർന്നുള്ള ദിവസങ്ങളിലും സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്? അതെ, പങ്കെടുക്കുന്നുണ്ട്. നല്ല ഒരു റിസൾട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ശരിക്കും മത്സരങ്ങളിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പേരെന്താണ്? ശ്രീദേവി. കുറേ വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിലുള്ള ആളാണോ? 15 വർഷത്തോളമായി. അപ്പോൾ ഈ കലോത്സവ വേദികളിലൊക്കെ നിറസാന്നിധ്യമായിരുന്നു അല്ലേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്? അപ്പം എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എന്താ പറയുക കലോത്സവത്തിനെ കുറിച്ചിട്ട്? അത് നമ്മൾ ഇവിടെ തന്നെ ആയതുകൊണ്ട് ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ നാട്ടിലെത്തിയതിൻ്റെ സന്തോഷം. അല്ലെങ്കിൽ അധികം കണ്ണൂർ നമ്മളെ കുട്ടികളെയും കൊണ്ട് പോയി എസ്കോർട്ട് ആ രീതി മാത്രമായിരുന്നു. ഇപ്പോഴും നമുക്ക് ആ ഡ്യൂട്ടി അല്ല, അതിനേക്കാൾ കൂടുതൽ വരുന്നവരെ സ്വീകരിക്കുകയും ആ രീതിയിലുള്ള സന്തോഷം. ശരി. ഇപ്പോൾ പയ്യന്നൂർ എത്തിയതിൻ്റെ അല്ലേ നമ്മുടെ സ്കൂളിൽ എത്തിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോൾ? ഉദ്ദേശിച്ച കാര്യങ്ങൾ പ്ലാനിങ് ഒക്കെ നടന്നോ? നമ്മൾ ടീച്ചേഴ്സിൻ്റെ കോർഡിനേഷനും അതുപോലെ എല്ലാവരും ഒരു ഒത്തൊരുമ പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ. അതുപോലെ നമ്മൾ സാധാരണ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് സ്കൂളിലും ചെയ്യുന്നത്. അവരുടെ വിജയം പഠനകാര്യത്തിനേക്കാൾ ഉപരി പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മേളയാണിത്. അവരുടെ സന്തോഷത്തിൽ ഞങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യുന്നു. ശരി, പേരെന്തോ? എൻ്റെ പേര് സ്വപ്ന. ഞാനിവിടെ ഗേൾസിലെ ടീച്ചർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കലോത്സവത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് തന്നെയാണ്. നമ്മൾ ഫുഡ് കമ്മിറ്റിയിലുള്ളതാണ്. അപ്പോൾ ഫുഡ് വളരെ വെറൈറ്റി ആക്കാൻ വേണ്ടി നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ വളരെ നന്നായി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്കൂളിൻ്റെ മാത്രമല്ല, ഇത് പയ്യന്നൂരിൻ്റെ ഉത്സവമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. എല്ലാവരും സഹകരണം ഇതിലുണ്ട്. ഇത് ശരിക്കും നമ്മുടെ നാടിൻ്റെ ഉത്സവം തന്നെയാണ്. നമ്മൾ ലിസ്റ്റൊക്കെ കൊടുക്കുന്നത് ഫുഡിൻ്റെ മെനു കാര്യങ്ങളൊക്കെ കമ്മിറ്റിയിൽ നമ്മൾ തന്നെയാണ് അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസം എന്തൊക്കെയാണ് സ്പെഷ്യലി ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? എല്ലാ ദിവസവും നമ്മൾ പായസം അത് കമ്പൽസറി ആക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വിളമ്പുന്ന കാര്യങ്ങളൊക്കെ വളരെ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ടീച്ചർ പറഞ്ഞത് വീണ വീട് രാമന്തളി. ടീച്ചർ പറഞ്ഞ പോലെ ഫുഡ് കമ്മിറ്റി തന്നെയാണ്. അവർ നന്നായി ഫുഡ് കമ്മിറ്റി പ്രവർത്തനം പോകുന്നുണ്ട്. ശരി. ടീച്ചർ പേര്? പ്രസീത. കുറേ വർഷങ്ങളായിട്ട് കലോത്സവത്തിൽ അല്ലേ ചെയ്തു വരുന്ന ആളാണ്. അപ്പം എന്താണ് ഇപ്പോൾ ഇത്തവണ എന്തെങ്കിലും പുതുമ തോന്നുന്നുണ്ടോ? നല്ല രീതിയിലുള്ള സംഘാടനമാണ്. നിങ്ങൾ എത്ര പേരുള്ളത് ടീമിൽ? നമ്മൾ 35 പേരടങ്ങുന്ന ടീമാണ്. അപ്പോൾ സംഘാടക സമിതിയായിട്ട് സംഘാടക സമിതി വേറെ ഓരോ നിങ്ങൾ ഫുഡിൻ്റെ? ശരി. പയ്യന്നൂരിൻ്റെ മണ്ണിലേക്ക് എത്തിയ ജില്ലാ കലോത്സവം ഇത്രയേറെ സുഗമമായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ആവശ്യമുള്ള അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ച MLA പയ്യന്നൂരിൻ്റെ സ്വന്തം MLA TI മധുസൂദനൻ സാറാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. എങ്ങനെയുണ്ട് ഒരു ഫീഡ്ബാക്ക്? നമ്മുടെ കലോത്സവം ഇന്ന് രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ സന്തോഷം നൽകുന്ന അനുഭവമാണ്.
സംഘാടകരായിട്ടുള്ള ഞങ്ങൾക്കെല്ലാം നൽകിയിട്ടുണ്ട്. ഒരു പിരിമുറുക്കവും ഇല്ലാതെ ഈ കലോത്സവത്തിൻ്റെ ഓരോ കാര്യവും നടത്തിപ്പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു ഞാൻ നിൽക്കുന്നത് ഭക്ഷണശാലയിലാണ്. ഏതാണ്ട് 7,000-8,000 ആളുകൾ ഒരു നേരം ഉച്ചഭക്ഷണം ഇവിടുന്ന് കഴിക്കുന്നത്. ഒരു തടസ്സമില്ലാതെ കുട്ടികളും ടീച്ചേഴ്സും രക്ഷിതാക്കളും മറ്റ് സംഘാടകരും എല്ലാം വൃത്തിയോടുകൂടി ഭക്ഷണം കഴിച്ചു പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം. എല്ലാവരോടും ഞങ്ങളിങ്ങനെ ഒരു സൗഹൃദമായി ചോദിക്കുന്നുണ്ട്, ഭക്ഷണം എങ്ങനെയുണ്ട്, എന്തെങ്കിലും നിങ്ങളുടെ നിർദ്ദേശങ്ങളുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പോകുന്നുണ്ട്. വേദികളെല്ലാം ഇന്ന് ഏറെക്കുറെ സമയത്തിന് തന്നെ മത്സരങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തുടക്കം ചെറിയ ചെറിയ പ്രയാസങ്ങൾ കണ്ടിരുന്നു. ഇന്നലെ തന്നെ ഉച്ചയ്ക്ക് എല്ലാ സബ് കമ്മിറ്റിയുടെ ചുമതലക്കാരെയും മെയിൻ സംഘാടക സമിതിയുടെ ആളുകളുമെല്ലാം ഇരുന്ന് ഓരോ സ്ഥലത്തെയും അനുഭവങ്ങൾ പരിശോധിച്ച് വരുത്തേണ്ട അത്യാവശ്യം തിരുത്തലുകൾ അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ അത് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പോലും ആക്കി നല്ല നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. നിറസാന്നിധ്യം ഉണ്ട് എല്ലാ ഇന്നലെ പയ്യന്നൂർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പ്ലാനിംഗ് ഒക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ വരും ദിവസങ്ങളിൽ? 23-ന് സമാപനമാണ്. സമാപനത്തിന് പയ്യന്നൂരിൻ്റെതായിട്ട് എന്തെങ്കിലും വേണം എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പയ്യന്നൂരിൻ്റെ തനത് കല എന്തെങ്കിലും, അതല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും വേണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി പിന്നെ ടൈറ്റ് ഷെഡ്യൂളായതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ആലോചിക്കാൻ വേണ്ടി പറ്റില്ല. എന്നാലും ഏറ്റവും ചിട്ടയോടുകൂടി എല്ലാ സ്ഥലത്തും എവിടെയായാലും ആളുകളുടെ സാന്നിധ്യവും അവരുടെ സഹായങ്ങളൊക്കെ നൽകി പ്രയാസങ്ങളൊന്നുമില്ല. ജനങ്ങൾ വളരെ വളരെ സ്നേഹപൂർവ്വമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ടുള്ള നാരായണൻ സാറാണ്. അപ്പോൾ സാറോടും കൂടി ഒരു കലോത്സവത്തിനെ കുറിച്ച് ചോദിക്കാം. സാറൊക്കെ ഈ സംഘാടക സമിതിയിൽ നിറസാന്നിധ്യമായിട്ട് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. അപ്പം എന്താണ് ഇത്തവണ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് രണ്ടാമത്തെ ദിവസമായ നമ്മുടെ കലോത്സവം 2017 ശേഷം ആണ്, 7 വർഷത്തിന് ശേഷമാണ് 2024 കണ്ണൂർ ജില്ലാ കലോത്സവം പയ്യന്നൂരിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ നഗരസഭയിലെ 4 സ്കൂളുകളിൽ ആണ് പ്രധാന വേദികളായിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ കലോത്സവത്തിൽ ഗോത്ര മേഖലയിലുള്ള കുറേ കലകൾ കൂടി ഉൾപ്പെടുന്ന തരത്തിലുള്ള പുത്തൻ പരിപാടികൾ കൂടിയുണ്ട്. ഏതായാലും വളരെ ഭംഗിയായി നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏകദേശം 10,900 അങ്ങനെ അതിൻ്റെ കണക്ക്, ഇത്രയും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2000-ഓളം അധ്യാപകരും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ നാട്ടുകാരും MLA അടക്കമുള്ളവരുടെ നിറസാന്നിധ്യം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പയ്യന്നൂരിൻ്റെ ശരിക്കും ജനകീയ കലോത്സവമായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. പയ്യന്നൂരിൽ നമുക്കിപ്പോൾ നിലവിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആരാധനാ മഹോത്സവം നടത്തുകയാണ്. അതിൻ്റെ ഒന്നിച്ച് തന്നെ ഇതും കൂടി ആകുമ്പോൾ പയ്യന്നൂർ ശരിക്ക് കണ്ണൂർ ജില്ലയിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ നടക്കുകയാണ്. നല്ല രീതിയിലാണ് കലോത്സവം നടന്നു വരുന്നത്. എൻ്റെ പേര് ചാൾസൺ ഏഴിമല. 7 വർഷങ്ങൾക്ക് ശേഷം പയ്യന്നൂരിൽ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കൗമാരക്കാരുടെ ഒരു കലാമാമാങ്കമാണല്ലോ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ജില്ലാ കലോത്സവമാണ് പയ്യന്നൂരിൽ വെച്ച് നടക്കുന്നത്. പയ്യന്നൂരിൽ വെച്ച് നടക്കുമ്പോൾ പയ്യന്നൂരിൽ വെച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ കലാ സാംസ്കാരിക പരിപാടികളെല്ലാം വലിയ തോതിൽ ജനങ്ങളൊന്നാകെ ഏറ്റെടുത്ത് വലിയ തോതിൽ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ തന്നെ എല്ലാ സ്റ്റേജുകളിലും നിറച്ച ആളുകളാണ്, കാണികളും കാഴ്ചക്കാരും വലിയ ആവേശത്തിലാണുള്ളത്. ഞാനിപ്പോൾ എല്ലാ സ്റ്റേജുകളിലും ഏത് സ്റ്റേജിൽ പരിപാടി കാണുമെന്നുള്ളത് അറിയാൻ വയ്യാതെ ഇപ്പോൾ ഒരു 4ഓളം സ്റ്റേജുകളിൽ ഇപ്പോൾ കയറി കഴിഞ്ഞു. ഈ ബാക്കി സ്റ്റേജുകളിലും കൂടി ഓരോ പരിപാടികളെങ്കിലും കണ്ട് ഇങ്ങനെ വരുന്നവർക്കെല്ലാം വരുന്നവർക്കെല്ലാം ഈ സ്റ്റേജുകളിലെല്ലാം മതിയാവോളം കണ്ട് ആസ്വദിച്ച് പോകാനുള്ളൊരു സൗകര്യം ഇവിടെയുണ്ട്. നല്ല സ്വീകരണമാണ് പയ്യന്നൂരിലെ സംഘാടക സമിതി ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണ്? ഞാനിപ്പം ഇന്ന് കണ്ട് തുടങ്ങിയുള്ളൂ, ഇന്നലെ വന്നില്ല, ഇപ്പം വന്ന് കണ്ട് തുടങ്ങിയതേ ഉള്ളൂ. കുറച്ച് നേരം ചെണ്ടമേളം കണ്ടു. ഇനിയിപ്പം അടുത്ത കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. കലോത്സവങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വളരെ സുഗമമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് സഹായിക്കുന്നത് നമ്മുടെ SPC കാഡറ്റുകൾ പോലെയുള്ള കുറച്ച് കുട്ടികളാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അപ്പം അവരോട് നമുക്ക് എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങളെന്നും അവരുടെ ഡ്യൂട്ടീസൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് ചോദിക്കാം. സാമൂഹ്യ സേവനം,
മറ്റുള്ളവർക്ക് എത്രത്തോളം സഹായം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം സഹായം ചെയ്യുക. ഏത് സ്കൂളിലാണ് നിങ്ങൾ? ജീസസ് ഫോറം. ഓക്കെ, അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ കലോത്സവത്തിൽ ഇങ്ങനെ SPC സ്റ്റുഡൻസ് പോലീസ് കാഡറ്റായിട്ട് പ്രവർത്തിക്കുന്നത് ആദ്യമായിട്ടാണോ? എങ്ങനെയുണ്ട്? ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇന്ന് ഫസ്റ്റ് ഡേ വന്നതാണ്, ഇന്നലെ വന്നില്ല. ഓക്കെ, അപ്പോൾ തുടക്കം എന്നുള്ള രീതിയിൽ എന്താ പറയാനുള്ളത്? നല്ലത് തന്നെ, എല്ലാവരും നല്ല പെരുമാറ്റമെല്ലാം. അങ്ങനെ നമ്മളിങ്ങനെ വേർതിരിച്ച് കാണുന്നില്ല, എല്ലാവരും ഒരുപോലെ തന്നെ കാണുന്നുണ്ട്. ഇഷ്ടമായോ? ഓക്കെ, എന്താ പേരെന്താ? ഓ, ഒച്ചത്തിൽ പറയും. ഓക്കെ, അപ്പോൾ എവിടെയാ സ്കൂൾ? എവിടെയാ? കോറോ തന്നെയാ? അപ്പോൾ എങ്ങനെയുണ്ട് അനുഭവം? പറഞ്ഞോ. നല്ല അനുഭവം. പരിപാടിയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഡ്യൂട്ടിക്കിടയിൽ? ഇടയ്ക്ക് പോയി കാണും. ഓക്കെ, എന്താ പേരെന്താ? വാ ഇങ്ങോട്ട് അടുത്ത് നിൽക്ക്, എന്തിനാ പേടിക്കുന്നത്? അടുത്തേക്ക്. എന്താ പേരെന്താ? അനുനന്ദ. കോറോം സ്കൂളിൽ തന്നെ അല്ലേ? അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു കലോത്സവത്തിൻ്റെ ഡ്യൂട്ടി എടുക്കുന്നത്. എന്താ തോന്നുന്നത്? ഇഷ്ടമായോ? ഡ്യൂട്ടിയൊക്കെ ഇഷ്ടമായോ? പരിപാടി കാണാൻ പറ്റുന്നുണ്ടോ? ഇടയ്ക്ക് പോയിട്ട് കാണും, ബ്രേക്കൊക്കെ വരുമ്പോൾ കാണും. എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ മുന്നേ സ്റ്റേജിൽ? ഇല്ല. ഇതിപ്പോൾ എത്ര വർഷമായി SPCയിൽ ചേർന്നിട്ട്? എത്ര വർഷമായി? രണ്ടാമത്തെ കൊല്ലം. ഓക്കെ, അപ്പോൾ ഇനി ആരാ പറയുന്നത്? പേരെന്താ? ഹൃദ്യ കൃഷ്ണ. ഈ ഡ്യൂട്ടിയൊക്കെ ഇഷ്ടമായോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? കലോത്സവത്തിൻ്റെ ആദ്യം അല്ലേ, ആദ്യമായിട്ടല്ലേ കലോത്സവത്തിൽ പ്രവർത്തിക്കുന്നത്? അപ്പം എങ്ങനെയുണ്ട്? മനോഹരമായ അനുഭവം. എന്തൊക്കെ ചെയ്തു? ഇപ്പൊ ഒന്ന് വന്നിട്ട് എന്തൊക്കെ ചെയ്തു? ചായ കൊടുക്കലും അതെല്ലാം നമ്മളെ പണി. ഇനി വെള്ളിയാഴ്ച ഉണ്ടാവും. എന്താ പേരെന്താ? കനിഷ്ക. അപ്പോൾ എന്താ പറഞ്ഞോളൂ, അനുഭവം എന്താണ്? ഇഷ്ടമായോ? ഡ്യൂട്ടിയൊക്കെ ഇഷ്ടമായോ? ഏതാ ഇഷ്ടമുള്ള ഐറ്റം? ഏതാ കാണാൻ? പരിപാടി ഏത് ഇഷ്ടം? അത് ഏത് പരിപാടിയാണ് ഇഷ്ടം? നാടോടി നൃത്തം. കണ്ടോ വന്നിട്ട് നാടോടി നൃത്തം കാണാൻ പോയി? പേരെന്താ? എങ്ങനെയുണ്ട്? നല്ല. എങ്ങനെയുണ്ട്? പേര്? രേവതി. എങ്ങനെയുണ്ട്? നല്ല അനുഭവം. ആദ്യമായിട്ടാണോ? എന്തൊക്കെ ചെയ്തു വന്നിട്ട്? അങ്ങനെയുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി അല്ലേ? ഇഷ്ടമായോ? ഡ്യൂട്ടിയൊക്കെ ഇഷ്ടമായോ? അപ്പം ഇനി അടുത്ത കലോത്സവത്തിലും വരുമോ? പയ്യന്നൂർ സ്കൂളിലെ കുറച്ച് കുട്ടികളെയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരോട് ഒന്ന് സംസാരിക്കാം. എന്താണ് പേരെന്താണ്? അന്വയ. ഈ സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത്? ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ. അപ്പോൾ എങ്ങനെയുണ്ട്? രണ്ടാമത്തെ ദിവസമാണ്, ഇപ്പോൾ ലീവല്ലേ അല്ലേ? സന്തോഷമല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? കലോത്സവമൊക്കെ കണ്ടോ? പരിപാടിയൊക്കെ കാണാൻ പറ്റിയോ? അടിപൊളി. ഇന്നലെ വന്നോ? ഇന്നിപ്പോൾ ഏതാ ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാ? ഏത് ഒപ്പനയൊക്കെ കണ്ടോ? പോയിട്ട് കണ്ടിട്ടില്ല. നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ? ഒരു 4 മണിപ്പൂ ഓക്കെ, നല്ലൊരു കയ്യടി കൊടുക്ക് അല്ലേ? നല്ല പാടിയില്ലേ? ശരി, അപ്പോൾ എന്താ പേരെന്താ? നിഹാരിക. കലോത്സവം പരിപാടിയൊക്കെ കണ്ടോ? ഇന്നലെ വന്നിട്ടില്ലേ കാണാൻ? എന്താ ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാ? ഡാൻസ്. പങ്കെടുത്തിട്ടുണ്ടോ? പരിപാടി പങ്കെടുക്കാറുണ്ടോ? കുറവാണ്. കാണാനാണോ ഇഷ്ടം? എന്താ പേരെന്താ? സായുജ്യ. എന്തുണ്ട് കലോത്സവം? പ്രാവശ്യം നമ്മുടെ അതല്ലേ, നിങ്ങളുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമില്ലേ? എന്താ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്താ? ലീവ് കിട്ടിയതാണോ? ഓക്കെ. പയ്യന്നൂർ സെൻറ് മേരീസ് ഹൈസ്കൂളിലെ കുട്ടികളാണ് എൻ്റെ കൂടെ ഉള്ളത്. എന്താണ് കലോത്സവം കാണാനായിട്ട് വന്നതാണോ? എന്താ പേരെന്താ മോളുടെ? ദേവാമൃത. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 10th. എല്ലാ വർഷവും വരാറുണ്ടോ? അല്ലെ സ്വന്തം നാട്ടിൽ വന്നുകൊണ്ട് വന്നതാണോ? കണ്ണൂരൊക്കെ വരാറുണ്ടോ കലോത്സവം കാണാൻ? ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ നാട്ടിൽ തന്നെ വന്നു അല്ലേ? അതിൻ്റെ ഒരു സന്തോഷത്തിലാണോ? പറയൂ, എന്താണ് സന്തോഷം? കലോത്സവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഉത്സാഹം വേറെ. അതെ. അപ്പോൾ എല്ലാ ദിവസവും വരും?
എല്ലാ ദിവസവും വന്ന് എല്ലാം കാണണം. അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാ? എനിക്ക് ഗ്രൂപ്പ് ഡാൻസ്. ഗ്രൂപ്പ് ഡാൻസ്. നമ്മൾക്കോ? ഗ്രൂപ്പ് ഡാൻസ്. എല്ലാവർക്കും ഗ്രൂപ്പ് ഡാൻസ് ആണല്ലേ? അപ്പോൾ നോക്കി വെച്ചോ? ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഡേറ്റ് ഒക്കെ നോക്കി വെച്ചോ? എല്ലാം നോക്കി വെച്ചു. അന്ന് വരും. എത്ര മണിക്കാ വീട്ടിൽ പോകും? എത്ര മണിക്കാ? എല്ലാം തീർന്നിട്ടേ പോളും? ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടേ പോളും. അപ്പോൾ ഇനിയുള്ള ദിവസം 6 മാസത്തിൻ്റെ ദിവസം അല്ലേ? ഓക്കെ, താങ്ക് യു. കലോത്സവത്തിൻ്റെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നലെയും കുറേ സ്റ്റേജിലേക്ക് കുട്ടികളെ കയറ്റാനായിട്ട് ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഈ ഒരു 2 ദിവസത്തെ അനുഭവം? പയ്യന്നൂരിലാണ് ഇപ്പോൾ നടക്കുന്നത്. എങ്ങനെ തോന്നുന്നു? പയ്യന്നൂർ നല്ല അനുഭവമായിരുന്നു. 2 ദിവസമായി നമ്മുടെ കുട്ടികൾ കുറേ മത്സരങ്ങൾ. ഞാൻ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ PR ആണ്. 2 ദിവസമായി നമ്മുടെ കുട്ടികളെ കുറേ ഐറ്റംസ് 10-50ഓളം കുട്ടികൾ ഇന്നലെ ഇന്നുമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഒപ്പന കഴിഞ്ഞു. നല്ല പരിപാടിയായിരുന്നു. 10-23 ടീമുകളാണ് ഹൈസ്കൂളിൽ മത്സരിച്ചത്. അപ്പോൾ നമ്മളെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ഇന്നലെ 4 കുട്ടികൾ സ്റ്റേറ്റിലേക്ക് പോകാൻ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല സന്തോഷമാണ്. ഇന്നലെ ഏതൊക്കെ ഐറ്റത്തിലായിരുന്നു ഇന്നലെ പങ്കെടുത്തത്? ചിത്രരചന, പെൻസിൽ ഡ്രോയിങ്, പിന്നെ അതുപോലെ ഓയിൽ കളർ, അതിനും നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. വിശാൽ എന്നാണ് കുട്ടീൻ്റെ പേര്. കുട്ടി സ്റ്റേറ്റിൽ കഴിഞ്ഞ വർഷം പോയതാണ്, ഈ വർഷം പോകുന്നുണ്ട്. അതുപോലെ അറബി തർജിമ, പിന്നെ അതുപോലെ അറബി നിഘണ്ടു, അതിനും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതും സ്റ്റേറ്റിലേക്ക് കഴിഞ്ഞ വർഷം പോയതാണ്, ഈ വർഷം പോകുന്നുണ്ട്. നല്ല സന്തോഷത്തിലാണ്. പിന്നെ ഇന്നത്തെ പരിപാടിക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഒപ്പനയാണ്. പിന്നെ അതുപോലെ സംസ്കൃത നാടകമുണ്ട്, ചെണ്ടയുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് തന്നെയുള്ളൂ. കുറേ ഇൻഡിവിജ്വലായ ഐറ്റംസും കുറേ ഉണ്ട്. കുറേ വർഷങ്ങളായല്ലോ ടീച്ചർ ഈ ഒരു ഫീൽഡിൽ കലോത്സവത്തിനൊക്കെ കുട്ടികളെ കൊണ്ടുവരുന്നത്? കുറേ വർഷമായി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഞാൻ ചെമ്പിലോട് സ്കൂളിൽ 2 വർഷമായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷവും ഈ വർഷവും. പിന്നെ നമ്മുടെ സ്കൂളായിരുന്നു ഇക്കൊല്ലം സബ് ജില്ലാ കലോത്സവം. ഇവിടെ ഓവറോൾ കിട്ടിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറിക്കും അതുപോലെ ഹൈസ്കൂളിലും നല്ല പോയിന്റോടെ കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവിധ വളരെ സന്തോഷത്തിലായിരുന്നു. ഇനിയും 2 ദിവസം കൂടി നമ്മളെ പരിപാടിയുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട്. കുറേ നമുക്ക് ഈ വർഷം സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കും. ഫസ്റ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നിങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ വരാറുണ്ടോ? കലോത്സവം കാണാൻ വരാറുണ്ടോ? വന്നതാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ബി എ ട്രെയിൻ. എല്ലാവരും? അപ്പം എല്ലാവരും പയ്യന്നൂരിൻ്റെ അടുത്തടുത്ത്? ഞാൻ തളിപ്പുറം. എങ്ങനെയുണ്ട് അപ്പം കലോത്സവം? വേദികളൊക്കെ കണ്ടോ? പരിപാടികളൊക്കെ കണ്ടോ? എല്ലാവരും കണ്ടോ? എന്താണ് പറയാനുള്ളത്? നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലേ? ഏത് ഐറ്റത്തിനായിരുന്നു? നിങ്ങൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും വരാറുണ്ടോ ഇങ്ങനെ കലോത്സവം? പോയി കാണാറുണ്ടോ? അപ്പോൾ ഏത് ഐറ്റമാണ് കൂടുതൽ ഇഷ്ടം? കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതായിട്ടാണ്? ഗ്രൂപ്പ് ഡാൻസ്. ഗ്രൂപ്പ് ഡാൻസ് ആയിട്ടില്ല അല്ലേ? ഏതാണ് ഇഷ്ടം? ഒപ്പന കണ്ടോ ഇന്ന്? ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നാടകം. ശരി, താങ്ക് യു.